ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് ഇന്ത്യ. ജനങ്ങളെ സംരക്ഷിക്കാനെന്ന പേരിൽ ഭീകരരെ സംരക്ഷിക്കുകയാണ് പാകിസ്ഥാനെന്ന് ഇന്ത്യൻ പ്രതിനിധി പി ഹരീഷ്. പാകിസ്ഥാന് സ്ഥിരാംഗത്വം നൽകുന്ന നടപടി മരവിപ്പിക്കണമെന്നും UN രക്ഷാസമിതി യോഗത്തിൽ ഇന്ത്യ ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചേർന്ന ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി യോഗത്തിലാണ് പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനം ഇന്ത്യ ഉയർത്തിയത്. ജനങ്ങളെ സംരക്ഷിക്കാനെന്ന പേരിൽ ഭീകരതയെ വളർത്തുകയാണ് പാകിസ്ഥാനെന്ന് ഇന്ത്യൻ പ്രതിനിധി പി ഹരീഷ് വിമർശിച്ചു. ഭീകരത സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാന് UN രക്ഷാസമിതിയിൽ സ്ഥിര അംഗത്വം നൽകരുതെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. പ്രകോപനം തുടർന്നതിനാലാണ് 65 വർഷം പഴക്കമുള്ള സിന്ധു നദീജല കരാറിൽ നിന്നും ഇന്ത്യ പിന്മാറിയതെന്നും പി ഹരീഷ് വ്യക്തമാക്കി. The preamble of the treaty describes that the treaty was concluded in a spirit of goodwill and friendship. Throughout the 6.5 decades, Pakistan has violated the spirit of the treaty by inflicting 3 wars and thousands of terror attacks on India. In the last 4 decades, more than 20,000 Indian lives have been lost in terror attacks, the most recent of which was a dastardly targeted terror attack on tourists in Pahalgam last month. 4 പതിറ്റാണ്ടിനിടെ 20,000-ലധികം ഇന്ത്യക്കാർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ പാകിസ്ഥാൻ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന അതിർത്തി കടന്നുള്ള ഭീകരത സാധാരണക്കാരുടെ ജീവൻ, മതസൗഹാർദ്ദം, സാമ്പത്തിക അഭിവൃദ്ധി എന്നിവയെ തകർക്കാൻ ശ്രമിക്കുന്നതായും പി ഹരീഷ് കുറ്റപ്പെടുത്തി. ഭീകരത അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടിയിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് ഇന്ത്യയുടെ നിലപാട്. നയതന്ത്ര തലങ്ങളിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തിയതിന് പിന്നാലെ ഐക്യരാഷ്ട്രസഭയിലും ഒറ്റപ്പെടുത്തുകയാണ് ഇന്ത്യ. കൈരളി ന്യൂസ്, ദില്ലി.